السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال كان رسول الله صلى الله عليه وسلم يتعوذ من الجهد البلاء ودرك الشقاء. رواه البخاري ومسلم رحمة الله عليهما. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹ് അൽ ബുഖാരിയിലെ 6347 ഹദീസ് നമ്പറും ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ സഹീഹ് മുസ്ലിമിലെ 2707 ഹദീസ് നമ്പറുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആഇനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അതിലെ ആദ്യ ഭാഗം പരീക്ഷണത്തിൻ്റെ തീക്ഷണതയിൽ നിന്ന് അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടാറുണ്ടായിരുന്നു. ജഹദിൽ ബലാ. രണ്ടാമത്തേത് ദുരിതം, കഷ്ടപ്പാട്, ആദിയും വ്യാധിയും ആശങ്കയും ആകുലതയും. ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകും. ചിലതൊക്കെ നടുക്കയത്തിൽ വീണാൽ ചുഴിയിൽ അകപ്പെടുന്നത് പോലെ അവനവൻ്റെ ശക്തിയും ശേഷിയും ബന്ധങ്ങളും ഈമാൻ്റെ വ്യാപ്തിയും അനുസരിച്ച് നീന്തി കര കയറാൻ പറ്റും. ചിലതൊക്കെ കൈ തളർന്നു പോകും. നടുക്കടലിൽ ചുഴിയിൽ നട്ടം തിരിയുമ്പോൾ, ശ്വാസം കിട്ടാതെ കൈകാലിട്ടടിച്ച് കണ്ണ് തള്ളിപ്പോകുമ്പോൾ, കണ്ണുകളിൽ ഇരുട്ട് കയറുമ്പോൾ, രക്ഷയുടെ അവസാനത്തെ വാതിലും മുട്ടിയ എല്ലാ വാതിലും അടഞ്ഞ് അവസാന പ്രതീക്ഷയും അടയുമ്പോൾ, മരണം മാത്രം എന്ന ചിന്ത മനുഷ്യനിൽ ഉടലെടുക്കുമ്പോൾ, രക്ഷയുടെ വാതായനങ്ങൾ ഓരോന്നോരോന്നായി തുറന്നു താൻ പ്രതീക്ഷിച്ചതിന് അപ്പുറമുള്ള ഒരു ആശ്വാസത്തിലേക്ക് നീങ്ങി മാറാൻ, തൻ്റെ പരാജയത്തിൽ നിന്ന് ഒന്ന് ഉയർത്ത് എഴുന്നേൽക്കാൻ ഒരു ചെറിയ ദുആ മതിയാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ അത് വലിയ കാര്യമായിട്ട് കരുതേണ്ടതുണ്ട്. അതാണ് ദർക്കിൽ ഷിഖാ. ദർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അഗാധതയ്ക്ക് പറയുന്ന പേരാണ്. ഷിഖാ എന്ന് പറഞ്ഞാലോ ദുരിതങ്ങളുടെ കയം. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് താഴാനില്ല. നരകത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയപ്പോൾ മുനാഫിക്കുകളായ ആളുകൾക്കുണ്ടാകുന്ന നരകത്തിന്റെ അടിത്തട്ടിനെ സംബന്ധിച്ച് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിക്കുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുന്നത്. ഇവിടെ അതേ പദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തിയത്. എന്തിൻ്റെ? ഷിഖാഇൻ്റെ. ഒരു മനുഷ്യനെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കണ്ണിൻ്റെയും മാനസികമായ ബുദ്ധിമുട്ടിൻ്റെയും സാമ്പത്തികമായ ക്ലേശത്തിൻ്റെയും കുടുംബത്തിൽ നിന്ന് ഏൽക്കുന്ന പ്രയാസങ്ങളുടെയും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അവഗണനയുടെയും ഒക്കെ അങ്ങേയറ്റത്തെ ഡെപ്തിൽ എത്തിക്കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്ന് കരുതുന്ന ഒരാൾക്ക് ദുആ ചെയ്യാനുള്ളതാണ് വദർക്ക് ഷിഖാ. ആ ദുആ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റയായിട്ട് ഇങ്ങനെ പറയാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ദർക്കി ഷിഖാ. അല്ലാഹുവേ, ഈ ദുരിതത്തിന്റെ അങ്ങേയറ്റത്തെ അവസാനത്തെ ലാസ്റ്റ് പോയിന്റിലാണ് ഞാനുള്ളത്. സൂയിസ് അറ്റംപ്റ്റ് എന്നൊക്കെ പറയാം, ഡേഞ്ചറസ് സോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവെ ഞാൻ നിന്നോട് ആത്മാർത്ഥമായി ചോദിക്കുന്നു, രക്ഷ തേടുന്നു എന്ന് അഷ്റഫുൽ ഖൽഖാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയെങ്കിൽ സഹോദരന്മാരെ, ഞാനും നിങ്ങളൊക്കെ മരണം വരെ ഉണ്ടാകുന്ന എല്ലാവിധ ദുരിതവും പ്രയാസവും മുന്നിൽ കണ്ടുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മാനസിക, ശാരീരിക, സാമ്പത്തിക വിഷമങ്ങളിൽ നിന്നുമൊക്കെ രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി ഒരു കറകളഞ്ഞ സന്തോഷമുള്ള മുസ്ലിമായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും കഴിഞ്ഞുകൂടുന്ന
രോഗികളായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ തടസ്സം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും ശുദ്ധീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.